കുറെ സമയമായോ? ഇന്നലെ കയറിയതായിരുന്നു വെള്ളം. ആണോ? ഇറങ്ങിയിട്ടില്ല? ഇല്ല, ഇറങ്ങിയിട്ടില്ല. കുറച്ചൊന്ന് താന്നായിരുന്നു. വീടിനകത്ത് കയറിയോ? അകത്ത് കയറിയിട്ടില്ല. പടിയുടെ ഇച്ചിരൂടെ കയറി കഴിഞ്ഞാൽ അകത്ത് കയറും. ഇതിനു മുമ്പ് ഇങ്ങനെ കേറാറുള്ളതാണോ? എന്റെ ഓർമ്മയില് ആദ്യമായിട്ട് ഇങ്ങനെ. ഓർമ്മയെന്ന് പറഞ്ഞാൽ നീ ഓർമ്മിക്കാൻ ആയി വരുന്നല്ലേ? അതല്ല, എന്നാലും ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല. അമ്മയൊക്കെ ഇല്ല, കുഴപ്പമില്ല. അകത്ത എല്ലാരും. അല്ല, അവരുടെ കാലത്ത് 2018 വന്ന പ്രളയത്തിൽ വന്നു. അതാണ് പ്രളയത്തിൽ വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മൂഴിയാർ ഡാം തുറന്നതിൻ്റെ വെള്ളം ഇവിടെ എത്തി തുടങ്ങിയിട്ടില്ല. അതിനെ ഒരു 3-4 മണിക്കൂറുകൾ കഴിയും. ഇതിന് തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, ഒരു പായസക്കടയാണ്. പായസക്കടയുടെ പകുതി ഭാഗം വെള്ളം മുങ്ങിക്കിടക്കുകയാണ്. ഈ റോഡിൻ്റെ ഇരുവശത്തുമുള്ള വീടുകൾ, കടകളൊക്കെ വെള്ളത്തിന് അടിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ ഇന്നലെ കുറേ സമയം വാഹനം നിയന്ത്രിച്ചാണ് വിട്ടത്. ഇപ്പോൾ പോലീസ് അപ്പുറത്തും ഇപ്പുറത്തൊന്നും കാണുന്നില്ല. വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. ബൈക്കൊക്കെ ആളുകൾ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു സീബേ, ഒരു കട, ആ കട ചെറിയ തോതിൽ അതിൻ്റെ ഒരു കാൽഭാഗം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. തൊട്ടിപ്പുറത്തെ വീട്ടിലൊരു കസേരയൊക്കെ അവിടെ അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് മാറി ഒരു കസേര പോർച്ചിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. വലിയ വണ്ടിയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് ഇതിനിടയിൽ പോകുന്നുമുണ്ട്. അല്ലാതെ സാധാ വെള്ളമൊന്നുമല്ല. ഇത് 18-ലെ വെള്ളത്തെ വയ്ക്കുന്ന വെള്ളമാണ്. 18-ലെ വെള്ളത്തെക്കാൾ കവിച്ചു വെക്കുന്ന വെള്ളമാണ്. എവിടെ അപ്പച്ചൻ്റെ വീട്? എവിടെയാ? ഇവിടെ തന്നെയാണ്. ഇതിലെ അങ്ങ് പോവാണ്. കുറച്ച് റിസ്ക് അല്ലേ? അതൊന്നും അറിയില്ല. നമുക്കിത് നിത്യം അറിയും പോകുന്നതല്ലേ, നമുക്കിതൊരു വിഷയമല്ല. നാട്ടുകാരാണ്, കോൺഫിഡൻസ് ആണ്, അങ്ങനെ പോവുകയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്തോറും വെള്ളമുണ്ട്. ബൈക്കൊക്കെ കണ്ടില്ലേ, ഓടിച്ചു വരാൻ പറ്റില്ല, കൺട്രോൾ കിട്ടില്ല, മറിയും. അതുകൊണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വന്നാൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ എൻജിനിൽ വെള്ളം കയറിയാൽ പിന്നീടത് ഓണായി വരാനും പാടാണ്. അതുകൊണ്ട് വണ്ടി ഓഫ് ചെയ്ത് ന്യൂട്രലാക്കി തള്ളിക്കൊണ്ട് പോവുകയാണ്. അത്യാവശ്യമായ കാര്യത്തിന് പോകുന്ന, അത്യാവശ്യ കാര്യത്തിന് അപ്പുറത്തേക്ക് പോകണമായിരിക്കും അല്ലേ? അതുകൊണ്ട് നല്ല രാത്രിയിൽ മുതൽ പെട്ടി കിടക്കുക. രാത്രി വന്നാൽ 10 മണിക്ക് 10:30 അവിടെ വന്നതാണ്. അപ്പോൾ അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെ വന്ന വണ്ടി സൈലൻസറെ കെട്ടി വെച്ച് എടുത്തുകൊണ്ട് പോവുക. ഇനി വെള്ളം സൈലൻസർ കെട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നോക്കണം, അക്കരെ പോയേച്ച് നോക്കാം. അങ്ങോട്ട് പോകുന്തോറും വെള്ളം കൂടുകയാണ്. അതൊരു എങ്ങനെ 1/2 കിലോമീറ്റർ ഇവിടെ പൊക്കിയാൽ മതി. പറഞ്ഞു മനസ്സിലായോ? ഇത് പമ്പ ആറ് ഇവിടെയാണോ? ഇവിടെയാണോ? ഇത് മണിമല ആറ്, ഇത് വയല്. അതായത് പമ്പയാറിന്നാണോ മണിമലയാറ്റിലേക്ക് വെള്ളം വരുന്നത്? അല്ലല്ല, മറ്റേ വേറെ ഡയറക്ഷനിലാണ്. മണിമല വേറെ, പമ്പ വേറെ. ഇവിടെ 1/2 കിലോമീറ്റർ. ഇവിടെ വെള്ളം കൂടാൻ കാരണം പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളമല്ല, പകരം മണിമല ആറ്റിൽ നിന്നുള്ള വെള്ളമാണ്. വീണ്ടും സ്കൂട്ടറിൽ കുറേ ആളുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വരുന്നു. ഇതിന് പിറയിൽ കാറൊക്കെ പെട്ടെന്ന് കടന്നു പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. വേറൊരു ചേട്ടനും സ്കൂട്ടർ തള്ളി വരുന്നുണ്ട്. ഈ സമീപത്തെ വീടെല്ലാം നല്ലപോലെ വെള്ളമാണ്. അത്യാവശ്യമായിട്ട് അപ്പുറത്ത് പോകണമായിരിക്കും അല്ലേ? അപ്പുറത്ത് പോകണം അത്യാവശ്യമായിട്ട്. വെള്ളം കയറുമോ? കയറും. ഇതിനിടയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകളും ഉണ്ട്. നോക്കി, ആ വീൽ പൊക്കത്തിൽ വെള്ളമുണ്ട്, പക്ഷെ ഓടിച്ച് പോകുന്ന ആളുകളുണ്ട്. എന്തായാലും MC റോഡിലെ പല ഭാഗത്തും ഇതാണ് അവസ്ഥ. ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇവിടുന്ന് ചെങ്ങന്നൂരിലേക്ക് പോകുമ്പോഴും തിരിച്ച് തിരുവല്ലയിലേക്ക് പോകുമ്പോഴും ഇതേ രീതിയിലുള്ള പല സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം യാത്രക്കാരല്ലാത്ത ആളുകൾ ഈ വഴി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.